എം ജയചന്ദ്രൻ നോക്കൂ, ഇവിടെ ഇപ്പോൾ ഭരണവിരുദ്ധ വികാരമുണ്ടോ ഇല്ലയോ എന്ന് നോക്കുമ്പോൾ അത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം ഉള്ള ഒരു കാര്യം തന്നെ എടുക്കാം. നമുക്കറിയാം, ഈ കഴിഞ്ഞ പോയ കാലഘട്ടത്തിലൊക്കെയും ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ടാണ് ഏറ്റവും കൂടുതൽ ആരോപണങ്ങൾ ഉണ്ടായിട്ടുള്ളത്, വിവാദങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഏറ്റവും ഒടുവിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഉണ്ടായിട്ടുള്ള രണ്ട് കാര്യങ്ങൾ നോക്കിയാൽ, ഒന്ന് പാരഡി ഗാനത്തിൽ കേസെടുത്തതാണ്, രണ്ടാമത്തത് എയുടെ കാര്യത്തിൽ ഇപ്പോൾ എൻ സുബ്രഹ്മണ്യനെതിരെ കേസെടുത്തതാണ്. ആരാണ് എൻ സുബ്രഹ്മണ്യൻ എന്ന് നേരത്തെ ചോദിച്ചാൽ ആർക്കും അറിയില്ലായിരുന്നു. ആ ഒരു മനുഷ്യനെ ഒറ്റ ദിവസം കൊണ്ട് ഈ രീതിയിൽ പ്രശസ്തനാക്കിയിരിക്കുകയാണ്. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്താണ്? അപ്പോൾ ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ടാണ് ഇത്രയധികം പരാതികൾ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടുള്ളത്, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടായിട്ടുള്ളത്. അതൊക്കെ തെറ്റാണ്, പരാജയമാണ് എന്ന് മനസ്സിലാക്കി ഇനിയുള്ള സമയവും പോലും മുന്നോട്ട് പോകാൻ കഴിയുന്നില്ലെങ്കിൽ എന്താകും ഫലം? അല്ല, താങ്കൾ എന്താണ് ഈ പറയുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ സുബ്രഹ്മണ്യന്റെ കേസ്, പാരഡി ഗാനം, ഇതൊക്കെയാണോ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാൻ താങ്കൾ ഉദ്ദേശിക്കുന്നതാണെങ്കിൽ സോറി എന്ന് എനിക്ക് പറയാനുള്ളൂ, മറ്റൊന്നുമില്ല. ഭരണത്തിന്റെ മെച്ചം, ആഭ്യന്തര വകുപ്പിന്റെ മെച്ചമാണ് ഞാൻ ചൂണ്ടിക്കാട്ടിയത്. നോക്കൂ, പാരഡിയിൽ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി വാതോരാതെ പ്രസംഗിക്കുന്നവരാണ് പാരഡിയിൽ കേസെടുത്തത്. എത്ര പരിഹാസ്യമായിരുന്നു ആ നടപടി. പിന്നെയുണ്ട് പോലീസ് സ്റ്റേഷനുകളിൽ നടക്കുന്നത്. നമ്മൾ മനുഷ്യർ കേസ് നടത്തി ദൃശ്യങ്ങൾ പുറത്തെടുത്ത് കാണിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്തൊക്കെയാണ് പോലീസ് സ്റ്റേഷനുകളിൽ നടക്കുന്നതെന്ന്. താങ്കൾക്ക് ഇതിന്റെ സീരിയസ്നെസ് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതും നോക്കാം. അല്ലല്ല, അങ്ങനെയൊന്നും പറഞ്ഞു പോകണ്ട. കാരണം ഈ പറഞ്ഞതിനൊക്കെ, താങ്കളുടെ പാരഡി ഗാനത്തിന്റെയൊക്കെ പരിഹാസത്തിന് മറുപടി മുഖ്യമന്ത്രി തന്നെ വാർത്താ സമ്മേളനത്തിൽ അരുൺ തന്നെയാണ് ചോദിച്ചത്. അരുൺ ഉണ്ടല്ലോ, ഈ കൂട്ടത്തിലുണ്ടല്ലോ, വി വി അരുൺ ഉണ്ടല്ലോ. വി വി അരുണിനോട് ചോദിക്കൂ. അരുണാണല്ലോ ആ ചോദ്യം വാർത്താ സമ്മേളനത്തിൽ ചോദിച്ചത്. അതിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി പറഞ്ഞില്ലേ? പിന്നെ താങ്കൾ ഇങ്ങനെ പരിഹസിക്കുന്ന ഉദ്ദേശം എന്താണ്? പക്ഷേ എന്താണ് നടന്നതെന്ന് എല്ലാവരും കണ്ടതാണ്. മറുപടി പറയാനില്ല. ഏതാണ് പറഞ്ഞോളൂ. എന്താണ് നടന്നതെന്ന് എല്ലാവരും കണ്ടതാണല്ലോ. അതെ, കണ്ടതാണ്. പിന്നെ താങ്കൾ, ഞാൻ പറഞ്ഞില്ലേ, ന്യൂസ് 18 സ്റ്റാഫ് ആണല്ലോ, സീനിയർ റിപ്പോർട്ടർ അല്ലേ അരുണാണല്ലോ ചോദ്യം ചോദിച്ചത്. മറുപടി പിണറായി വിജയൻ പറയുകയും ചെയ്തതാണല്ലോ. എന്നിട്ടും താങ്കൾക്ക് ഈ ചോദ്യമാണ് ഈ ചർച്ചയിൽ ഉന്നയിക്കാൻ തോന്നുന്നത്. അതൊന്നും എനിക്ക് പറയാൻ, അതിന് മറുപടി പറയാൻ എനിക്ക് നേരമില്ല എന്ന് ഞാൻ പറഞ്ഞുള്ളൂ. ശരി, താങ്കൾക്ക് പറ്റുന്ന കാര്യങ്ങളിൽ മറുപടി പറഞ്ഞോളൂ. ഇല്ല, അങ്ങനെയല്ലല്ലോ. താങ്കൾ ചോദിച്ച ഈ ചോദ്യമല്ലേ, ഇതെന്താണ് ഞാൻ മറുപടി? എനിക്ക് അതിന് മറുപടി പറയാൻ നേരമില്ല. മറ്റെന്തെങ്കിലും ചോദ്യമാണോ ചോദിച്ചാൽ എനിക്കറിയാവുന്നതാണ്, ഞാൻ പറഞ്ഞല്ലോ. ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള രക്ഷാപ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടായിട്ടുള്ള വിവാദങ്ങൾ എത്രയൊന്നും നമുക്കറിയാം. അതിനുശേഷവും ഇത്തരം തെറ്റുകൾ ആവർത്തിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഇല്ലേ? താങ്കൾക്ക് അതൊരു തെറ്റായി തോന്നുന്നില്ലേ? എന്തുകൊണ്ടാണ് രണ്ടാം ദിവസം കേസ് വേണ്ട, നടപടി വേണ്ട എന്ന് പറഞ്ഞ് പിന്മാറേണ്ടി വന്നത്? അതൊക്കെ ആ പാർട്ടി ആലോചിക്കുന്നുണ്ടെന്നേ നിങ്ങൾ പറയുന്നതൊക്കെയല്ലോ ഞാൻ കാണുന്നത്. ഇപ്പോ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളാണല്ലോ സജീവനും ഇവിടെ ഇരിക്കുന്ന ഈ ചർച്ചയിലിരിക്കുന്ന സുഹൃത്തുക്കളെല്ലാം ഞങ്ങൾ പരസ്പരം പരിചയമുള്ളവരും അറിയാവുന്നവരുമാണ്. താങ്കളടക്കം, അരുണടക്കം, പിന്നെ എല്ലാവരും ഉണ്ടല്ലോ. ഇതിന്റെ അകത്ത് ഇത്തരം കാര്യങ്ങൾ ഞാൻ എന്റെ നിലപാട് അതല്ല. ഇത് പറയാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട്, അവർക്ക് അവരുടെ സ്വാതന്ത്ര്യമുണ്ട്. അതല്ലേ എല്ലാവരും ഉപയോഗിക്കുന്നത്. അത് തെറ്റായിരിക്കാം, ശരിയായിരിക്കാം. നിങ്ങൾ പറയുന്നു ഗ്രാമ-നഗര വ്യത്യാസം ഇല്ല. ഞാൻ അങ്ങനെയല്ല കാണുന്നത്. ഞാൻ റൂറൽ വോട്ടിംഗ്, അർബൻ വോട്ടിംഗ് എന്ന് പറഞ്ഞാൽ കാണുന്നു. അതെനിക്ക് എന്റേതായ തെളിവുകളുണ്ട്. ആ തെളിവുകളല്ലേ ഇവിടെ ചർച്ചയ്ക്ക് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആ തെളിവുകളിലേക്ക് പോകേണ്ട കാര്യമില്ല. അപ്പം അതുകൊണ്ട് അതില്ല എന്ന് പറയാം. പിന്നെ ഞാൻ പറഞ്ഞു, ഇത് സംഘടനാപരമായി ഗ്രാമീണ തലത്തിൽ, അതിൽ പറയുന്ന കണ്ണൂരാണെങ്കിലും ഉണ്ട്, കാസർഗോഡും ഉണ്ട്, വയനാട്ടിലും ഉണ്ട്, ഇവിടെ തിരുവനന്തപുരത്തുമുണ്ട്. ഗ്രാമീണ തലത്തിൽ റൂറൽ വോട്ടിംഗ് അത് പ്രതിഫലിച്ചിട്ടുണ്ട്. ജനങ്ങളോട്, ഈ പാർട്ടി സംഘടനാ സംവിധാനങ്ങളോട് ജനങ്ങളുടെ വിശ്വാസത ഇല്ലായ്മ ഒന്ന്. രണ്ടാമത്, അത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതാണ്, ജനങ്ങൾക്ക് താല്പര്യമില്ലാത്ത സ്ഥാനാർത്ഥികളെ നേതാക്കളുടെ താല്പര്യത്തിന് വേണ്ടി വാർഡുകളിൽ, ഗ്രാമപഞ്ചായത്ത് തലങ്ങളിൽ അടിച്ചേൽപ്പിച്ചത്. ഇത് തോൽവിക്ക് പ്രധാനപ്പെട്ട കാരണമായിട്ടുണ്ട്. ഇത് പാർട്ടി അംഗങ്ങളെ വിലയിരുത്തുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ജില്ലാ കമ്മിറ്റികളുടെ റിപ്പോർട്ടിലും ആ തരത്തിലുള്ള റിപ്പോർട്ടുകൾ ഉണ്ടെന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. വോട്ട് കണക്ക് നോക്കിയാൽ ശ്രീ എം ജയചന്ദ്രൻ, UDF-ഉം LDF-ഉം തമ്മിൽ ഏതാണ്ട് 5% വ്യത്യാസമാണ് വന്നിട്ടുള്ളത്. കോൺഗ്രസും CPM-ഉം തമ്മിലും വോട്ട് വിഹിതത്തിൽ ഏതാണ്ട് 2% വ്യത്യാസമുണ്ട്. അങ്ങനെ അടിസ്ഥാന വോട്ടുകളിൽ വരെ വീഴ്ച വന്നിട്ടുള്ള ഈ ഒരു തെരഞ്ഞെടുപ്പ് ഫലത്തെ വിലയിരുത്തുമ്പോൾ താങ്കൾ പറയുന്നത് എവിടെയൊക്കെയോ ചില സ്ഥാനാർത്ഥികളെ നിർത്തിയതിൽ ചില പാകപ്പിഴകൾ വന്നിട്ടുണ്ട് എന്നതാണ്. അത് അങ്ങനെ വിലയിരുത്തി പോയാൽ
ഈ ഫലത്തെ അങ്ങനെ പഠിച്ച് തിരുത്തി മുന്നോട്ട് പോയാൽ എവിടെ എത്തുമെന്നതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ചോദ്യം. ഇത് കേരളത്തിൽ ഏതെങ്കിലും ഒരു ഭാഗത്തോ അർബൻ റൂറൽ മേഖല തിരിച്ചോ ഉണ്ടായിട്ടുള്ള ഒരു തിരിച്ചടിയല്ല എന്ന ബോധ്യം ആദ്യം ഉണ്ടാവുക എന്നതല്ലേ വേണ്ടത്? തെരഞ്ഞെടുപ്പ് വിലയിരുത്തൽ എങ്ങനെയാണെന്നുള്ളത് താങ്കൾ ആദ്യം ഒന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും എന്ന് എനിക്ക് സജഷൻ ഉള്ളൂ. സ്റ്റാറ്റിക്സ് മാത്രമല്ല ഇലക്ഷന്റെ വിലയിരുത്തൽ എന്ന് പറയുന്നത്, അത് സോഷ്യോ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരുപാട് കൾമിനേഷൻസ് ഉണ്ട്. സോഷ്യോ പൊളിറ്റിക്കൽ കൾമിനേഷൻസ് ആണ് ഒരു ഇലക്ഷന്റെ റിസൾട്ടിനെ ആധികാരികമായി നിർണ്ണയിക്കുന്നത്. സ്റ്റാറ്റിക്സ് മാത്രമല്ല. അത് ദയവായി ശ്രദ്ധിക്കാൻ താങ്കൾക്ക് പറ്റുമെന്ന് ശ്രദ്ധിക്കുക. ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സ്റ്റാറ്റിക്സ് ആണ്. പിന്നെ എന്തുകൊണ്ടാണ് BJPക്ക് 14.71% വോട്ട് കേരളത്തിൽ ഇപ്പോൾ ഉള്ളൂ? എന്താണ് അവകാശവാദം? എന്തായിരുന്നു? 25% വോട്ട് പിടിക്കുമെന്നായിരുന്നല്ലോ അവകാശവാദം. എന്തുകൊണ്ടാണ് 14.7 ആയിപ്പോയത്? തിരുവനന്തപുരം നഗരസഭയിൽ വോട്ടിംഗ് പാറ്റേൺ എങ്ങനെയാണെന്നുള്ളത് മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഇതൊക്കെ താങ്കളുടെ ചർച്ചയിൽ വരുന്നുണ്ടോ? താങ്കളുടെ പരിഗണനയിൽ വരുന്നുണ്ടോ? ഇല്ലല്ലോ. പിന്നെ 5% വോട്ട് വ്യത്യാസം എന്ന് പറയുന്നത് അത്ര അസാധാരണമായ വോട്ട് വ്യത്യാസമായി താങ്കളെ പോലെയുള്ള ഒരു ആങ്കർ കാണുന്നതിൽ എനിക്കൊന്നും പറയാനിരുന്നേ. 5% വോട്ട് വ്യത്യാസമാണ് അസാധാരണമായ വോട്ട് വ്യത്യാസം. കേരളത്തിന്റെ ചരിത്രം എടുത്തു നോക്കൂ, തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രം എടുത്തു നോക്കൂ. ആദ്യത്തെ ഗവൺമെന്റ് 57 മുതലുള്ള ഗവൺമെന്റ് ചരിത്രം എടുത്തു നോക്കൂ. എത്ര ശതമാനം വോട്ടിന്റെ വ്യത്യാസമാണ് ഓരോ തവണയും ഓരോ മുന്നണിയും അധികാരത്തിൽ വന്നിട്ടുള്ളത്? എന്നിട്ട് പറയൂ 5% താങ്കൾ പറയുന്ന അസാധാരണ വ്യത്യാസമാണെങ്കിൽ ആവട്ടെ. അത് ആ അസാധാരണ വ്യത്യാസം ആർക്കാണോ ഇക്കുറി കിട്ടിയത് അവർ തന്നെ വീണ്ടും അധികാരത്തിൽ വരും എന്നുള്ളതാണല്ലോ താങ്കൾ പ്രതീക്ഷിക്കുന്നത്. അതങ്ങനെ ആവട്ടെ, അതങ്ങനെ ആവണമല്ലോ. അങ്ങനെയാണെങ്കിൽ അതങ്ങനെ ആവണം. അപ്പൊ അതൊക്കെ CPM പോലുള്ള ഒരു സംഘടനാ സംവിധാനത്തോട് പരിശോധിക്കാനുള്ള മാർഗങ്ങളുണ്ട്. ആ മാർഗങ്ങൾ വിവിധ സംഘടനാ സംവിധാനങ്ങളിൽ പരിശോധിക്കുന്നുണ്ട്. ഇന്നും നാളെയും മറ്റന്നാളുമായി അത് അതിന്റെ ഒരു തീരുമാനത്തിലേക്ക് എത്തും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇത് വോട്ട് ശതമാനത്തിൽ മാത്രമല്ല, ഗ്രാമപഞ്ചായത്തിൽ 514 സീറ്റ് ഉണ്ടായിരുന്നതാണ് 349 ചുരുങ്ങിപ്പോയത്. ബ്ലോക്കിൽ 108 എന്നത് 63 കുറഞ്ഞിട്ടുണ്ട്. മുനിസിപ്പാലിറ്റിയിൽ 43 എന്നത് 28 കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ശതമാനത്തിൽ മാത്രമല്ല, ഈ ബാക്കി എല്ലാ തലങ്ങളിലും ആ ഇടിവ് വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട് എന്നതൊരു വസ്തുതയാണ്. ശ്രീ എ സജീവൻ, നോക്കൂ, ഈ തെരഞ്ഞെടുപ്പ് ഫലം അവലോകനം ചെയ്യുമ്പോൾ അതിൻ്റെ പല കാരണങ്ങളിൽ ഒന്നായി ന്യൂനപക്ഷങ്ങൾ അകന്നു പോയത് നമ്മൾ വിലയിരുത്തിയിട്ടുണ്ട്. പക്ഷേ മലപ്പുറത്ത് 10 ലക്ഷം വോട്ടുണ്ടല്ലോ എന്നതാണ് MV ഗോവിന്ദൻ അക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുമ്പോൾ അത് വലിയ തിരിച്ചടി ഉണ്ടാക്കിയിട്ടില്ല എന്ന് കാണിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. പക്ഷേ 70 ഗ്രാമപഞ്ചായത്ത് 2020 UDF-നുണ്ടായിരുന്നത്, അല്ല 2020 LDF-ന് 24 എണ്ണം ഉണ്ടായിരുന്ന സ്ഥലമുണ്ട്. പക്ഷേ ഇപ്പോൾ എങ്ങനെയാണ് അത് മാറിയിട്ടുള്ളത്? വെറും 4 ചുരുങ്ങിയിട്ടുള്ള സാഹചര്യമാണ്. അതുപോലെയാണ് ബ്ലോക്ക് 1 ചുരുങ്ങിയിരിക്കുകയാണ്. ഈ പൊന്നാനി ഒഴിച്ചുള്ള ഇടങ്ങൾ നഷ്ടപ്പെട്ട സാഹചര്യമൊക്കെയുണ്ട്. അപ്പോൾ ന്യൂനപക്ഷങ്ങൾ വലിയ രീതിയിൽ അകന്നുപോയി എന്നതൊരു വസ്തുതയാണ്. പക്ഷേ അതിനെ 10 ലക്ഷം വോട്ട് ഞങ്ങൾക്കൊപ്പം ഉണ്ട് എന്ന് കാണിച്ചുകൊണ്ട് അതൊരു